അമ്മേ അമ്മേ എന്നു വിളിച്ച് നിൻ സവിധത്തിൽ ഓടിക്കൂടും ഈ ഏഴകളെ നീ തള്ളിയിടല്ലേ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യത ഉള്ളവളും വിശുദ്ധി ഉള്ളവളും മഹത്വമുള്ളവളും വാഴ്ത്തപ്പെട്ടവളും നിത്യ കന്യകയും ഭാഗ്യവതിയുമായ വിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചാണ് ശൂനോയോ നോമ്പിൻ്റെ ഈ കാലയളവിൽ ചിന്തിക്കുന്നത്. കർത്താവായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പലപ്പോഴും വലിയ ജനക്കൂട്ടത്തിനിടയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. വലിയ ആൾക്കൂട്ടത്തിനിടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സുദിനത്തിൽ വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു സ്ത്രീ അത്യുച്ചത്തിൽ അവനോട് പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 27-28 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിന്തിക്കുന്നത്. നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് ഒരു സ്ത്രീ വിളിച്ച് പറഞ്ഞതായ സന്ദർഭത്തിൽ 28-ാമത്തെ വാക്യത്തിലൂടെ യേശു ഒരു ചെറിയ തിരുത്തൽ പറയുകയാണ്. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം കന്യകമറിയാം ദൈവമാതാവെന്നുള്ള അത്യുന്നതമായ പദവിയിൽ എത്തപ്പെട്ടതിൻ്റെ കാരണം കന്യകമറിയാം ദൈവത്തെ അനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ് തൻ്റെ മാതാവെന്നുള്ള ആ പദവിയിൽ എത്തിയതെന്ന് അസന്നിഗ്ധമായിട്ട് കർത്താവായ യേശു പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ സുറിയാനി സഭ വളരെ വ്യക്തമായിട്ട് കന്യകമറിയാവിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ മാത്രം മതി ശുദ്ധിമതിയായ അമ്മയെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യത ഉള്ളവളും വിശുദ്ധി ഉള്ളവളും മഹത്വമുള്ളവളും വാഴ്ത്തപ്പെട്ടവളും നിത്യ കന്യകയുമായ ഭാഗ്യവതിയായ വിശുദ്ധ ദൈവമാതാവ് എന്നാണ് സുറിയാനി സഭ ശുദ്ധിമതിയായ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ ഭാഗ്യമെന്ന് ഞാനും നിങ്ങളും ഈ ശൂനോയോ നോമ്പിൻ്റെ കാലയളവിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യേശുവിൻ്റെ കുരിശ് മരണം കഴിഞ്ഞു. ആ കുരിശിൻ്റെ ചുവട്ടിൽ കൂടിയിരുന്ന ജനങ്ങളെല്ലാം കരഞ്ഞ് മടങ്ങി. ശതാധിപൻ പോലും കുരിശിന്മേൽ മരിച്ച കർത്താവിന് സ്തുതി പാടി കാൽവരി മലയിൽ ഇറങ്ങി. നയീനിലെ വിധവയുടെ കണ്ണീർ തുടച്ചവൻ്റെ അമ്മ ഇതാ ഒരഗതിയുടെ നിലയിൽ മകൻ്റെ കല്ലറയ്ക്കിൽ തളർന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ അമ്മ തളരാനൊരു കാരണമുണ്ടായിരുന്നു. ഒരു വാൾ ആ ഹൃദയത്തിലൂടെ കടന്നു പോകുമെന്നുള്ള വർദ്ധനായ ശമവുവിൻ്റെ ആ ഒരു സാക്ഷ്യം നിവൃത്തിയായ ദിവസമായിരുന്നു കുരിശ് മരണം. ആ അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്ന് പോയത് കൊണ്ടാണ് അമ്മ തളരുവാൻ കാരണമായത്. അങ്ങനെ ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യത്തെ അഗതി മന്ദിരം
വിശുദ്ധ യോഹന്നാൻ്റെ ഭവനമായിട്ട് മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പം മകൻ്റെ കല്ലറയ്ക്കൽ തളർന്നിരുന്ന ആ അമ്മയെ ശുദ്ധമുള്ള യോഹന്നാൻ തൻ്റെ അമ്മയായിട്ട് സ്വീകരിക്കുകയാണ്. ആ സ്വീകരണത്തിന് നിദാനമായി തീർന്നത് കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവായ യേശു യോഹന്നാനെ തൻ്റെ അമ്മയുടെ ചുമതല ഭരമേൽപ്പിച്ചു എന്നുള്ളതാണ്. യോഹന്നാൻ അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ കാരണമായത്. അപ്പോൾ ലോക ചരിത്രത്തിൽ ക്രൈസ്തവ സഭയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ശുദ്ധമുള്ള യോഹന്നാൻ്റെ ഭവനമാണ് ആദ്യത്തെ അഗതി മന്ദിരമായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്. ആ അഗതി മന്ദിരത്തിലെ ആദ്യത്തെ അന്തേവാസി എന്ന് പറയുന്നത് ശുദ്ധമുള്ള ദൈവമാതാവായിരുന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ്. പക്ഷേ യോഹന്നാൻ്റെ ഭവനത്തിൽ അനാഥയായിട്ടല്ല, ശുദ്ധമുള്ള യോഹന്നാൻ്റെ അമ്മയായിട്ടും ലോകത്തിൻ്റെ അമ്മയായി തന്നെയാണ് ശുദ്ധമുള്ള ദൈവമാതാവ് ജീവിച്ചത്. അപ്പോൾ ദൈവമാതാവിൻ്റെ മുന്നിൽ പെരുവഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പെരുവഴി മാത്രം ആധാരമായിരുന്നവളെ നോക്കാൻ വിശുദ്ധ യോഹന്നാന് കഴിഞ്ഞു. അപ്പോൾ കന്യകമറിയാമിനോടുള്ള വാങ്ങിപ്പ് പെരുന്നാളിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന നമുക്ക് ശൂനോയോ നോമ്പാചരിച്ച് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന നമുക്ക് ഈ മാതാവിൻ്റെ ഓർമ്മ ശൂനോയോ നോമ്പ് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശമെന്ന് പറയുന്നത് വഴിയാധാരങ്ങളെ നമ്മുടെ വീട്ടിൽ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം എന്നതാണ്. അപ്പോൾ ജീവിത തകർച്ചയുടെ ശ്മശാനങ്ങളിൽ തളർന്നിരിക്കുന്നവരെ അനുശോചനമറിയിച്ച് ഞാനും നിങ്ങളും മടങ്ങുകയാണ് സാധാരണ പതിവ്. ജീവിത ശ്മശാനങ്ങളിൽ തളർന്നിരിക്കുന്നവരെ അനുശോചനമറിയിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് വഴിയാധാരമായ പാവപ്പെട്ടവരെ യേശുവിൻ്റെ മാതാവും സഹോദരങ്ങളും സഹോദരിയുമായി കാണുവാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ഈ ശൂനോയോ നോമ്പിൻ്റെ ഈ പെരുന്നാളിൻ്റെ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയൂ. ഇവിടെ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്. യേശു തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. അപ്പോൾ ഈ ഓർമ്മ പെരുന്നാൾ, ഈ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവമാതാവിനെ പോലെ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുകയും അങ്ങനെ ദൈവത്തിൻ്റെ സഹോദരനും മാതാവും പിതാവും സഹോദരിയുമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടണമെന്ന ഒരു വലിയ സന്ദേശമാണ് ശൂനോയോ നോമ്പ് നമുക്ക് നൽകുന്നത്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കോൺസ്റ്റന്റിനോപ്പിളിലെ ഒരു മെത്രാനായിരുന്നു നെസ്തോറിയോസ്. ഈ നെസ്തോറിയോസ് കന്യകമറിയാമിൻ്റെ ദൈവമാതാവെന്നുള്ള പദവിയെ ചോദ്യം ചെയ്തു. നെസ്തോറിയോസ് കന്യകമറിയാമിൻ്റെ ദൈവമാതാവെന്നുള്ള പദവിയെ ചോദ്യം ചെയ്തപ്പോൾ AD 431 എഫേസൂസിൽ ആഗമാന സഭയുടെ ഒരു സുന്നകദോസ് പിതാക്കന്മാർ വിളിച്ചുകൂട്ടി. ആ ആഗമാന സുറിയാനി സഭയുടെ സുന്നകദോസിൽ ഇപ്രകാരമാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനം ഒരു പ്രഖ്യാപനമായിരുന്നു. ആരെങ്കിലും ക്രിസ്തുവിനെ സാക്ഷാൽ ദൈവമല്ലെന്നോ, ആരെങ്കിലും ക്രിസ്തുവിനെ സാക്ഷാൽ ദൈവമല്ലെന്നോ
പരിശുദ്ധ കന്യക മറിയാമിനെ ദൈവമാതാവല്ലെന്നോ പറയുന്നതായാൽ അവൾ ശപിക്കപ്പെട്ടവനായിരിക്കും. അപ്പോൾ ദൈവമാതാവെന്നുള്ള പദവിയെ ചോദ്യം ചെയ്ത നെസ്തോറിയോസിനെ ശപിച്ച് തള്ളുകയായിരുന്നു AD 431 എഫേസൂസിൽ കൂടിയ ശുദ്ധമുള്ള പിതാക്കന്മാരുടെ ആഗമന സുന്നകദോസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എപ്പിസ്കോപ്പൽ സഭകളിൽ ഈ പുതിയ കാലഘട്ടത്തിലും ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയ്ക്കെതിരെ, ദൈവമാതാവിൻ്റെ പെരുന്നാളിനെതിരെ, ദൈവമാതാവിൻ്റെ ശൂനോയോ നോമ്പിനെതിരെ രഹസ്യമായും പരസ്യമായിട്ടൊക്കെ പറയുന്ന വൈദിക പ്രസംഗകരെയും അൽമായ പ്രസംഗകരെയൊക്കെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ സഭയ്ക്കകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എഫേസൂസിലെ സുന്നകദോസിലുണ്ടായ തീരുമാനമാണ്. ഇവിടെ ദൈവമാതാവ് എന്നതിന് സുറിയാനി സഭ നൽകിയിരിക്കുന്ന ആ ഒരു പേര് തിയോട്ടോക്കോസ് എന്നാണ്. ദൈവമാതാവ് എന്ന അർത്ഥം വരുന്ന തിയോട്ടോക്കോസ് എന്ന പദവിയാണ് വിശുദ്ധ കന്യക മറിയാമിന് സഭ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമാതാവിൻ്റെ ശൂനോയോ പെരുന്നാൾ, ദൈവമാതാവിൻ്റെ മധ്യസ്ഥത എന്ന് പറയുന്നത് സുറിയാനി സഭയിൽ ജീവിച്ചിരിക്കുന്ന വൈദികരെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും വലിയ വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കി ആ ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് അഭയപ്പെടാം. ആമേ ആമേ എന്നു വിളിച്ച് നിൻ സവിധത്തിൽ ഓടിക്കൂടും ഈ ഏഴകളെ നീ തള്ളിയിടല്ലേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.